സ്വാദൂറുന്ന പത്തിരി ഒരു സ്ഥലപ്പേരായ കഥയുണ്ട് മലപ്പുറത്ത്. തണലേകിയ കൂറ്റൻ ആൽമരം കൂടിയായതോടെ ആ സ്ഥലം പത്തിരിയാൽ എന്നറിയപ്പെട്ടു. പത്തിരിയുടെ നറുമണവും ആലിൻ്റെ കൂറ്റൻ തണലും ചേർന്നതാണ് തിരുവാലിയിലെ പത്തിരിയാൽ. ആലിന് ചുവട്ടിലിരുന്ന് പത്തിരി വിറ്റിരുന്ന ഒരു സ്ത്രീയുടെയും ആലിൻ്റെ തണൽ ഇടത്താവളമാക്കിയ കാളക്കാരുടെയും സ്മരണയിലാണ് നാട് പത്തിരിയാലായത്. തിരുവാലി പഞ്ചായത്തിൽ മഞ്ചേരി എടക്കര റോഡിൽ പത്തിരിയാൽ എന്നൊരു സ്ഥലമുണ്ട്. കരിഞ്ചീരിയാൽ എന്നും അറിയപ്പെട്ടിരുന്ന ഈ നാട് പത്തിരിയാലായതിനു പിന്നിൽ ഒരു കഥയുണ്ട്. നറുമണം തൂവുന്ന പത്തിരിയുടെ സ്വാദിന്റെ കഥ. റമദാനിൽ നാവിൽ കപ്പലോടുന്ന നറുപത്തിരിയും ആലും ചേർന്നാണ് പത്തിരിയാൽ എന്ന പേരുണ്ടായത്. പത്തിരിയും ആലും സൗഹൃദത്തിലായതിനു പിന്നിലും ഒരു കഥയുണ്ട്. ആ കഥ കൂടി കേട്ടോളൂ. വർഷങ്ങൾക്ക് മുമ്പ് തിരുവാലിപുരത്തിന്റെ ഭാഗമായ, അതായത് ഇന്നത്തെ തിരുവാലി എന്നറിയപ്പെടുന്ന പ്രദേശത്തിന്റെ തൊട്ട് അയൽദേശമായ ഈ നാട് പത്തിരിയാൽ എന്നറിയപ്പെടാൻ കാരണം താഴെ ഒരു ഉമ്മ പത്തിരി ചുട്ട് സേവനം ചെയ്യുക, അതായത് പണം വാങ്ങിക്കാണ്ട് തന്നെ കാൽനടയായി വരുന്ന ആളുകൾക്ക് പത്തിരി ചായ കൊടുത്ത് ഇവിടെ സൽക്കരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഓർമ്മയിൽ അന്നത്തെ ആളുകൾ പത്തിരി ആൽ, പത്തിരി പ്ലസ് ആൽ, പത്തിരി കിട്ടുന്ന ആൽ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ച് കാലക്രമേണ അത് പത്തിരിയാൽ എന്നായി അറിയപ്പെടുകയുണ്ടായി. അതിൽ ഏറ്റവും വലിയ സന്തോഷം, ഈ നോമ്പ് കാലത്തൊക്കെ പത്തിരി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങളുടെ നാടിൻ്റെ പേര് ഓടി വരുന്നു. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പണ്ട് മഞ്ചേരിയിൽ നിന്ന് എടക്കര ചന്തയിലേക്ക് കാളകളെ കൊണ്ടുപോയിരുന്നത് പത്തിരിയാൽ തിരുവാലി കോട്ടോല വഴിയായിരുന്നു. കാളികാവ്, കരുവാരക്കുണ്ട് തുടങ്ങിയ ഉൾപ്രദേശങ്ങളിൽ നിന്നടക്കം കച്ചവടക്കാർ നൂറുകണക്കിന് കാളകളെ നടത്തിക്കൊണ്ടുപോകും. കാൽനടയായി തെളിക്കുന്നവരും കൂടെയുണ്ടാകും. ഇന്നത്തെ പത്തിരിയാലിലും പരിസരത്തും അന്നും ധാരാളം ആലുണ്ടായിരുന്നെങ്കിലും ഇടക്കാലത്ത് ശക്തമായ ചുഴലിയിലും പ്രളയത്തിലും മിക്കതും നശിച്ചു. ശേഷിച്ച ഒരു ആൽമരത്തിന് ചുവട്ടിൽ അക്കാലത്ത് ഒരു പത്തിരി കച്ചവടക്കാരിയുണ്ട്. വീട്ടിൽ നിന്നുണ്ടാക്കുന്ന നറുപത്തിരി വിൽക്കുന്ന ഒരു സ്ത്രീ. പത്തിരി വിൽപ്പനയും ആൽമരവും ചേർന്ന് സ്ഥലം പിൽക്കാലത്ത് പത്തിരിയാൽ എന്നറിയപ്പെട്ടു. പത്തിരിയാലിൽ മാത്രം 30-ലേറെ ആൽമരങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. തിരുവാലി കഴിഞ്ഞാൽ പിന്നെ കോഴിപ്പറമ്പാണ്. മേലെ കോഴിപ്പറമ്പും താഴെ കോഴിപ്പറമ്പും പണ്ട് കുറ്റിക്കാട് നിറഞ്ഞ പ്രദേശങ്ങളായിരുന്നു. ഇവിടങ്ങളിലെല്ലാം ധാരാളം കാട്ടുകോഴികളും വീടുകളിലെല്ലാം വളർത്തുകോഴികളും ഉണ്ടായിരുന്നതുകൊണ്ടാണ് കോഴിപ്പറമ്പ് എന്ന പേര് കിട്ടിയതെന്നും പറയുന്നു. കേരള വിഷൻ, നിലമ്പൂർ.